ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ മപ്പുട്ടോയില് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് അപ്പുറം ഇവിടുത്തെ നാഷൻസിന് വേണ്ടി ഗുണകരമാകുന്ന രീതിയിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കാറ്. ഇന്ന് ഒക്ടോബർ 28-ന് വികസിത് ഭാരത് റൺ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മാരത്തോൺ പരിപാടിയാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ക്യാപ്ഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സെർവ് ദ നേഷൻ, അതായത് രാജ്യത്തെ സേവിക്കുക എന്നാണ് അതിനർത്ഥം. അതുപോലെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുക. അപ്പൊ ഇന്ന് അത് തുടക്കം കുറിക്കുകയാണ്. രാവിലെ 7 മണിക്കാണ്, ഏകദേശം 6:48 6:50 10 മിനിറ്റിനുള്ളിൽ സംഘടിപ്പിക്കും. ഒരുപാട് ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെ, അതിന് പുറമെ ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ മൊസാംബിക്കൻസ് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ടീഷർട്ട് ക്യാപ്പൊക്കെ തന്നുകൊണ്ട് നല്ല രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഏതായാലും ഹൈക്കമ്മീഷന്റെ ഇതുപോലെയുള്ള പരിപാടികൾക്ക് എന്നും ഇവിടുത്തെ ഇന്ത്യക്കാരും മലയാളികളായ ഞങ്ങളും ഒപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ ഇതാണ് ഹൈക്കമ്മീഷന്റെ ഓഫീസ്. നമ്മളെ ഫൈസൽക്ക് നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഫൈസൽക്ക്, എന്താണ് ഹൈക്കമ്മീഷന്റെ ഈ പരിപാടിയെ കുറിച്ച് അഭിപ്രായങ്ങൾ? കാരണം നമ്മള് മൊസാംബിക്കിലെ ഓൾ ഇന്ത്യ, ഓൾ വേൾഡ് സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടി എല്ലാ എംബസി കേന്ദ്രീകരിച്ചിട്ട് എവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവിടെയൊക്കെ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ എല്ലാവരുടെയും ഐക്യവും എല്ലാം ഹെൽപ്പിക്കാറുണ്ട്. നമ്മളെ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവിടെ ഒരുപാട് ഇന്ത്യക്കാർക്കുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് പല രാജ്യങ്ങളിലും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളും പ്രത്യേകിച്ചും പല ഫണ്ടുകളും പല പ്രോഗ്രാമുകളും ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെ കാണുന്നതും അതുപോലെ മറ്റു രാജ്യങ്ങളെ എങ്ങനെ സേവിക്കുന്നതും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളും എല്ലാവിധ സഹകരണങ്ങളും. അപ്പൊ ഏതായാലും നമുക്ക് മാരത്തോണിൽ പങ്കെടുക്കാം. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ 7 മണിക്ക് പുലർച്ചെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോ വികസിത് ഭാരത് റണ്ണിന്റെ ഈ പരിപാടിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. Making India a Viksit Bharat by 2047. So the essence of this place is that our contribution has been acknowledged by the government of India, but particularly the diaspora and young Indian generation who will be holding the fort, when the India becomes a developed country by 2047. So we are here to commit ourselves that we will continue to contribute from our side towards nation building. So thank you once again, and I will hand over the floor to Mr. Saurav Mishra, who will help us in warming up before we go for a run. Good morning to all. Before starting the event, we will do some warm up and stretching exercises. First of all, join your stand in the southern position. Join your both hands. Stretch upwards like this. 5 times. Then downwards. 3 upward. Now downward. 4 down. 5 down. Now stretch your legs up to 2 feet like this. Both hands on your waist. Now turn left and right side. Left. 5 times. Now change. Both right hand upward, left hand downward. Now we'll do stretch like this. Change. 5 times. Change. Now both hands back side of your hand. Stretch left to right.